നമസ്കാരം. ബിഗ് ബോസ്. ബിഗ് ബോസില് ഇന്നലെ ഈ പറഞ്ഞ പോലെ തരികിട സാബു വന്നപ്പോഴേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത്. അതുപോലൊക്കെ തന്നെയാണ് സംഭവിച്ചത്. പുള്ളി ടാർഗറ്റ് ചെയ്ത് വന്നവർക്കൊക്കെ നന്നായിട്ട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ആര്യന്, അനുമോള്, ഷാനവാസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ലപോലെ, അതായത് പുള്ളിയുടെ കൂടെ പ്രവർത്തിച്ച, പുള്ളിയുടെ ആ ഒരു ഇതിൽ നിൽക്കുന്നവർക്കൊക്കെ പുള്ളി നന്നായിട്ട് ഉപദേശങ്ങൾ നൽകുകയും മുമ്പോട്ട് വരാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അനീഷിനെ പോലുള്ളവരെ താഴ്ത്തി കിട്ടുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പല സംഭവങ്ങളിലും. ഇന്നലെ വൈകുന്നേരമാണെങ്കിലും ഷാനവാസും ഈ തരികിട സാബുവും കൂടി അനീഷിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതും വളരെ കളിയാക്കുന്നതും ഒന്നും മിണ്ടാതെ കേട്ടിരിക്കുന്നതും അനീഷ് മിണ്ടാതെ കൈകെട്ടി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഷാനവാസിനെക്കാട്ടിലും ഫാൻസ് അനീഷിനാണ് കൂടുതലെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഞാൻ ഷാനവാസിന്റെ കഴിഞ്ഞ കുറെ ദിവസത്തെ പ്രകടനം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിന്റെ ഇതൊക്കെ ഫാൻസ് ഒക്കെ കുത്തനെ താഴ്ത്തു പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ചുമ്മാ ഈ പറഞ്ഞ മാസ് ഡയലോഗും ഈ മീശ വിരിക്കലും ഹഹഹ എന്നുള്ള ചിരിയും മാത്രമല്ലാതെ പുള്ളി വെറും വിഡ്ഢിത്തം, വെറും മണ്ടംകളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി എന്തിനാണ് ഇങ്ങനെ ഇതുപോലെ ഈ സ്വയം കോമാളിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അനീഷിന്റെ ഗ്രാഫും കുറച്ച്, അനീഷിനും പഴയ പോലെ ഒരു ഗെയിം വരുന്നില്ല. എന്നാൽ പോലും അനീഷിന് നല്ല ഒരു ഫാൻ സർക്കിൾ വെളിയിലുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു സംഭാഷണം വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ എൻ്റെ അച്ഛന് ഞാൻ വീട്ടിലുള്ളപ്പോഴൊക്കെ ഞാൻ മരുന്നെടുത്ത് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഹൃദയം കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെല്ലാം മരുന്നെടുത്ത് തരുന്നത്. കാരണം അവിടെ വെച്ചാൽ മറന്നു പോകും. ശരിയാ, നമ്മളവിടെ വെച്ചാൽ ചിലപ്പോൾ മറന്നു പോയിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരെയും കൊണ്ട് കൈ പിടിപ്പിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. അതൊക്കെ നമ്മൾ ഇത്രയും കാലം ഈ 10-64 ദിവസം കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ പോസിറ്റീവായിട്ട് പോകുന്ന ആരോഗ്യം കൊണ്ട് ഗുളു കൊടുത്തിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ബാക്കിയുള്ളവർ ഇത് എല്ലാവരും കൂടി ഇതിനെ എതിർക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അനീഷിനെ ആദ്യം പുറത്തു കളയണം. കാരണം അനീഷ് അവർക്കൊരു വെല്ലുവിളി തന്നെയാണ്. അതേപോലെ തന്നെ ആര്യനെ, ഇവരെയൊക്കെ പുറത്തു കളയാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആര്യം കളിച്ച ഒരു വൃത്തികെട്ട ഗെയിമായി പോയി ഇന്നലെ നെവിനോട് കാണിച്ചത്. നെവിൻ കട്ടയ്ക്ക് കൂടെ നിൽക്കും, എന്നിട്ട് നെവിന് പുല്ലുവില, എന്നിട്ട് ഭയങ്കര ന്യായീകരണങ്ങളും വിഡ്ഢിത്തമായ ന്യായീകരണങ്ങളാണ് അതിനൊക്കെ കൊടുക്കുന്നത്. അടുത്ത 7 ഗെയിമുണ്ട്, അവസാനത്തെ ഗെയിമിൽ നിനക്ക് ഏറെ കിട്ടൂടെ, അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. ഇതൊക്കെ ആരെയാണ് ഈ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്? അല്ലേ? അതൊക്കെ മണ്ടത്തരം. അപ്പൊ ആദ്യം പോലെ കഴിക്കാമായിരുന്നല്ലോ. അക്ബറിനെ പോലെ എടുത്തിരുന്നെങ്കിൽ ഇതെല്ലാം നെവിന് കഴിക്കാമായിരുന്നല്ലോ. അതിനെക്കുറിച്ച് എന്താ ചിന്തിക്കാഞ്ഞത്? അപ്പൊ അവസാന ഗെയിം വരുമ്പോഴേ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള ഫുഡ് കിട്ടും, അതിനുവേണ്ടി നിന്നെ മാറ്റി വെച്ചതാണ് പോലും. അതൊക്കെ ചിന്തിക്കാൻ മാത്രം വിഡ്ഢിയൊന്നും അല്ല നിവിന്, നമുക്ക് ഇന്നലത്തെ ആ പ്രകടനത്തിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ രാവിലെ ദരിയുടെ സാബുമാനും വന്നിട്ട് പുള്ളിയുടെ അഭിപ്രായം. അവസാനം അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് വരുന്നത്, അതായത് സാധാരണക്കാരായ ആൾക്കാർ ബിഗ് ബോസിൽ വരാത്ത എന്തുകൊണ്ടാണെന്ന്. അതൊരു ശരിക്കുള്ള ചോദ്യം. അതിന് തരികിടയ്ക്ക് മറുപടിയില്ല. എഴുന്നേറ്റങ്ങ് പോയി ആ ചോദ്യത്തിന് ഞാൻ മറുപടി തരുന്നില്ല പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള സെലിബ്രിറ്റീസ് എല്ലാം കൂടെ ഈ പറഞ്ഞ അനീഷിനെ ഓടിച്ചിട്ട് കൊത്തുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ട്. അവർക്കെല്ലാം പേടിയുണ്ട്. ഈ ചോദ്യം ഒരു അസ്ഥാനത്തുള്ള ചോദ്യം തന്നെയാണ്, നല്ലൊരു ചോദ്യം തന്നെ, അതിന് മറുപടി ഇല്ല.